ഏറ്റുമാനൂരപ്പൻ ബസ് ബേക്ക് ശാപമോക്ഷമാകുമെന്ന് പ്രതീക്ഷ. ഹരിവരാസനം പദ്ധതിയിൽ ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ ഏറ്റുമാനൂരിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി 15 വർഷം മുമ്പ് നിർമ്മിച്ച ഏറ്റുമാനൂരപ്പൻ ബസ് ബേ ഉടമസ്ഥാവകാശ തർക്കത്തെ തുടർന്ന് നവീകരണ പ്രവർത്തനങ്ങളും ശുചീകരണ ജോലികളും സംരക്ഷണ പ്രവർത്തനങ്ങളും ഇല്ലാതെ കിടക്കുകയായിരുന്നു. ബസ് ബേയോടുള്ള അവഗണനയിൽ കടുത്ത പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് നഗരസഭ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏറ്റെടുക്കാൻ നടപടി സ്വീകരിച്ചത്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഉടമസ്ഥാവകാശം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അടിയന്തരമായി അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും ഒരുക്കുന്നതിനായി 5 ലക്ഷം രൂപയും നഗരസഭ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിലവിൽ നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ല എന്നുള്ളതാണ് പ്രധാന തടസ്സമായി നിൽക്കുന്നത്. മന്ത്രി അടക്കമുള്ളവർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടാവാതെ പോവുകയായിരുന്നു. ഈ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടത്തിയിട്ടില്ലെന്നും ശ്രദ്ധേയമാണ്. ജോസ്മാൻ മുണ്ടക്കൽ ഏറ്റുമാനൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കാലത്താണ് ഏറ്റുമാനൂരപ്പന്റെ നാമധേയത്തിലുള്ള ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. ലൈറ്റ്, ഫാനുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഈ കേന്ദ്രത്തിൽ ഒരുക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല.